ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ രാധികയും അതുപോലെ മേഡവും തമ്മിൽ കൊമ്പ് കോർക്കുകയാണ്. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും ജീവിച്ചാൽ നിനക്ക് കൊള്ളാം, അതുപോലെ നിന്റെ മകനും കൊള്ളാം എന്നും പറഞ്ഞുകൊണ്ട് പറയാം. അല്ലെങ്കിൽ വളർത്തു മകനായ ഗോവിന്ദനെയും നീ പെറ്റു വളർത്തിയ നിന്റെ മകളെയും നിനക്ക് നഷ്ടപ്പെടുമെന്നും. ആ സമയത്ത് ഈ വരുൺ എങ്ങനെ ഉണ്ടായി, അല്ലെങ്കിൽ വരുൺ സ്വന്തം മകനാണ് എന്നുള്ള രീതിയിൽ സംസാരിച്ചില്ല. അവിടെ എന്തോ ഒരു മുള്ളും മുനയും വെച്ചാണ് നമ്മുടെ വിജയലക്ഷ്മി മേഡം സംസാരിച്ചത്. അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഗീതു അങ്ങോട്ടേക്ക് വരുന്നത്. ഗീതു വന്നു കഴിഞ്ഞപ്പോൾ ഗീതുവിനെ കണ്ടതും രാധിക ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. അപ്പം അമ്മ എന്നെ ഇട്ടിട്ട് പോവുകയാണോ എന്ന് ചോദിച്ചപ്പം നിന്നെ ഞാൻ ഗോവിന്ദൻ്റെ ഭാര്യാസ്ഥാനത്തും അതുപോലെ ഈ പ്രസിഡന്റ് സ്ഥാനത്തും ഒരുപാട് വാഴ്ത്തില്ലടി അല്ലെങ്കിൽ വാഴിക്കില്ലടി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവുക. അതും പറഞ്ഞ് രാധിക അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ നമ്മുടെ വിജയലക്ഷ്മിയും അതുപോലെ ഗീതവും കൂടി അവിടെ നിന്ന് സംസാരിക്കുകയാണ്. എന്നാലും എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം, മേഡം എന്തിനാണ് മേഡം എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നതെന്നുള്ളതാണെന്ന് പറയുമ്പോഴേക്കും അത് എൻ്റെയും കൂടെ ആവശ്യമാണെന്ന് കൂട്ടിക്കോളാൻ പറഞ്ഞു. എന്നാലും എന്തായിരിക്കും കാര്യം? ഇതെന്തൊക്കെയാണ് മേഡം ഈ പറയുന്നത്? ഭർത്താവിന് ചോറ് വാരിക്കൊടുക്ക്, താരാട്ട് പാടി ഉറക്കി കൊടുക്ക്, ഇപ്പം പ്രസിഡൻ്റാകുക എന്നൊക്കെ പറഞ്ഞ് എനിക്ക് പണികളിങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണെന്ന് ചോദിച്ചപ്പോൾ നീ വിജയത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന ആ ഒരാളാണെന്നും അതുപോലെ രഹസ്യങ്ങളുടെയൊക്കെ പൂട്ട് അധികം താമസിയാതെ നിൻ്റെ മുന്നിൽ തുറക്കപ്പെടുമെന്നും നീ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കാനും മേഡം ഗീതുവിനോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗീതു ഇങ്ങനെ നോക്കുക, നീ അതുവരെ കാത്തിരിക്കണമെന്നും പറഞ്ഞു. അങ്ങനെ മേഡം ഭയങ്കരമായിട്ടൊരു ട്വിസ്റ്റോട് കൂടി സംസാരിച്ചിട്ട് അങ്ങ് പോവുക. ഇത് കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ ചെന്ന് അമ്മയും മോനും കൂടി സംസാരിക്കുന്നു. അതായത് വരുണും രാധികയും കൂടി സംസാരിക്കുന്നു. ഗീതു എല്ലാ കാര്യങ്ങളിലും പിടിമുറുക്കിയിരിക്കുകയാണെന്നും ഇതുവരെ അമ്മയോടൊപ്പം നിന്നിരുന്നവൾ ഇന്ന് 1 മണിക്കൂർ കൊണ്ട് അവളുടെ ചേരിയിലേക്ക് പോകില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പണം കൊടുത്ത് കൂടെ നിർത്താനായിട്ട് ശ്രമിച്ചെന്നും പക്ഷേ ഗീതു ഉപയോഗിച്ച തന്ത്രം ബ്ലാക്ക് മെയിലിംഗ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ടെന്നുള്ള കാര്യം പറയുക രാധിക മകനോട്. അപ്പോൾ ഗോവിന്ദേട്ടൻ അവൾക്ക് സപ്പോർട്ടാണെന്ന് രഹസ്യമായി അന്വേഷിക്കണമെന്ന് മകൻ പറഞ്ഞു കൊടുത്തപ്പം ഒരിക്കലും കണ്ണൻ അവളെ സഹായിക്കില്ലെന്നും ഇപ്പോൾ അവളുടെ പിന്നിലെ ശക്തി വിജയലക്ഷ്മിയാണെന്നുള്ള കാര്യങ്ങളും അമ്മ മകനോട് പറയുക. ഇത് കേട്ടപ്പോൾ വരുണും ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. എന്തായാലും അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഗീതു പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. ഗീതുവിനെ കണ്ടപ്പോഴേക്കും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കണം. നീ എവിടെയൊക്കെ കറങ്ങി വെച്ച് വരുവാണെന്ന് ചോദിച്ചപ്പോൾ എന്തായാലും ഞാൻ പ്രസിഡന്റ് ആയതല്ലേ, അതിൻ്റെ പാർട്ടിയൊക്കെ എനിക്ക് നടത്താനുണ്ടായിരുന്നു, അത് നടത്തിയിട്ടാണ് ഞാൻ വരുന്നതെന്ന് ഗീതു അന്നേരം പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മയും മോനും കൂടെ പല്ലുറിഞ്ഞ് പിടിച്ചിങ്ങനെ നിൽക്കുക ദേഷ്യം കൊണ്ട്. സംഘടനയും സ്ഥാനമാനങ്ങളും വീട്ടിലേക്ക് വലിച്ചഴിച്ച് കൊണ്ടുവരാൻ എന്തായാലും എനിക്ക് താല്പര്യമില്ലെന്ന് ഗീതു പറഞ്ഞപ്പം എനിക്ക് അധികാരമുണ്ടായിരുന്നിടത്തൊക്കെ നുഴഞ്ഞു കയറി എന്നെ തോൽപ്പിക്കലാണ് നിന്റെ ശ്രമം അല്ലേ എന്ന് രാധിക ചോദിച്ചു. രാധിക എന്ന വ്യക്തി നേടിയ ഒരു വിജയവും ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് ഗീതു അന്നേരം പറഞ്ഞു. ഏജിയം ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ പേരിൽ നിങ്ങൾക്ക് കിട്ടിയ സ്ഥാനമാനങ്ങൾ ഓരോന്നായി ഇല്ലാതാകും, അത്രയേ ഉള്ളൂ. കാരണം നിങ്ങൾ ഈ അറയ്ക്കൽ തറവാടിൻ്റെ ഭാഗമേ അല്ല, അതുകൊണ്ടാണെന്നും പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞങ്ങളുടെ പങ്ക് തീരുമാനിക്കുന്നത് നീയല്ലെന്ന് പറഞ്ഞു വരുൺ ഗീതുവിനോട്. അത് കേട്ടപ്പോൾ എനിക്കതിനുള്ള ശേഷിയുണ്ടെന്നേ നിങ്ങളുടെ അമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം കണ്ണൻ നിന്നെ ഉപേക്ഷിക്കുന്നതോടെ നിന്റെ സർവ്വ അധികാരങ്ങളും നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞ് ഗീതുവിനെ ഭീഷണിപ്പെടുത്തുക ഈ രാധിക. അപ്പം അത് അപ്പോഴല്ലേ, അപ്പം നോക്കാമെന്ന് പറഞ്ഞു ഗീതു. അപ്പം ഡിവോഴ്സ് കിട്ടില്ലെന്നാണ് നിന്റെ ധാരണ? അത് തടയാൻ വേണ്ടിയിട്ടാണോ പ്രിയയെയും വിനോദിനെയും നീ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ ആരെയും വിളിച്ചു വരുത്തിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എങ്ങനെയാണ് അവർ ഈ കാര്യം അറിഞ്ഞത്? നീ പ്രിയ പറഞ്ഞാൽ ഗോവിന്ദേട്ടൻ ഡിവോഴ്സ് കേസിൽ നിന്ന് പിന്മാറുമെന്ന് പറഞ്ഞിട്ടല്ലേ അവൾ വന്നത് എന്നുള്ള കാര്യം ചോദിക്കുക അന്നേരം വരുണും. ഗീതുവിന് ഇതിലേക്ക് വലിച്ചഴയ്ക്കുകയാണ്. നീ ബാംഗ്ലൂർക്ക് പോയത് കിഷോറിനൊപ്പം ജീവിക്കാൻ വേണ്ടി പോയതാണ് എന്നുള്ള കാര്യം എനിക്ക് പറയേണ്ടി വരുമെന്നുള്ള കാര്യം ഈ രാധിക ഗീതുവിനോട് പറയുക. വിവാഹശേഷവും നീ നടത്തിയ അവിഹിതത്തെപ്പറ്റി അറിഞ്ഞാൽ പ്രിയ തന്നെ ഡിവോഴ്സിന് മുൻകൈ എടുക്കുമെന്നുള്ള കാര്യങ്ങളും വരുണും ഗീതുവിനോട് പറഞ്ഞു. ഇതൊക്കെ കേട്ടും ഗീതു ഒരു കൂസലും ഇല്ലാതെ നിൽക്കുക. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളാൻ പറഞ്ഞു. മഹത്തായി അറയ്ക്കൽ തറവാട്ടിൽ വർഷങ്ങൾക്ക് മുൻപ് നടന്ന കാര്യങ്ങളും ഈ കുടുംബത്തിലേക്ക് രാധികാമ്മ വന്ന വളഞ്ഞ വഴികളും എനിക്കും പറയേണ്ടി വരും, അത് ഞാൻ പറയും എന്നും പറയുകയാണ് നമ്മുടെ ഗീതു. അത് കേട്ടപ്പോൾ രാധിക ഒന്ന് ഞെട്ടി. ഇവളെല്ലാം അറിഞ്ഞോ എന്നുള്ളൊരു ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അത് പ്രിയ വിനോദോ ഈ കുടുംബത്തിലുള്ളവരോ മാത്രമല്ല കേട്ടോ, ഏജിയം ഗ്രൂപ്പ് ഓഫ് കമ്പനിയിലെ മുഴുവൻ ആളുകളും അതിനെപ്പറ്റി അറിയും. എന്താ അറിയിക്കണോ? എന്തിന്? അസോസിയേഷൻ അംഗങ്ങൾ പോലും അതറിഞ്ഞ് മൂക്കത്ത് വിരൾ വയ്ക്കും. എന്താ അത് വേണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ ഇങ്ങനെ
കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ കാര്യങ്ങൾ മുന്നോട്ട് സ്മൂത്തായിട്ട് പോയിക്കോളും. എന്താ രാധികാമ്മേ, എൻ്റെ കാര്യങ്ങളെല്ലാം പ്രിയോട് പറഞ്ഞു കൊടുക്കാൻ പോവല്ലേ അല്ലേ എന്നും ചോദിച്ചുകൊണ്ട് ഗീതു ഇങ്ങനെ ഈ പുള്ളിക്കാരിയിട്ട് കളിയാക്കി. ചെല്ല് രാധികാമ്മ, ചെന്ന് പറഞ്ഞു കൊടുക്കുക രാധികാമ്മയെന്നും പറഞ്ഞു. അതും പറഞ്ഞ് ഗീതു അങ്ങ് പോകുമ്പോൾ രാധിക തൂർച്ച് നോക്കിക്കൊണ്ട് നിൽക്കുക. എന്തായാലും സ്വന്തം നിലനിൽപ്പ് മറന്നതുകൊണ്ട് രാധികാമ്മ തറയാകാൻ ശ്രമിച്ചാൽ ഞാൻ കൂതറയാകും എന്നും പറഞ്ഞ് ഗീതു ഇങ്ങനെ പേടിപ്പിച്ചു. അതും പറഞ്ഞ് ഗീതു അങ്ങ് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ വരുൺ ചോദിച്ചു, എൻ്റെ കുട്ടിക്കാലത്ത് എന്താ അമ്മേ സംഭവിച്ചതെന്നും. നിൻ്റെ കുട്ടിക്കാലത്തൊന്നും സംഭവിച്ചിട്ടില്ല. അതും ചോദിച്ച് എൻ്റെ മുന്നിൽ ചോദ്യങ്ങളുമായിട്ട് വന്നാലുണ്ടല്ലോ പറഞ്ഞേക്കാം ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് രാധിക അങ്ങ് പോയി. അപ്പോൾ വരുണിനും എന്തൊക്കെയോ സംശയങ്ങൾ, അങ്ങനെയുള്ള എന്താ പ്രശ്നം അമ്മയ്ക്ക് ഉള്ളത് താൻ അറിയാത്തതായിട്ട്. അത് മകൻ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് വിനോദും പ്രിയയും കൂടി വന്ന് ഗോവിന്ദനുമായിട്ട് സംസാരിക്കുന്നത്. എന്താണ് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത പ്രശ്നമായിട്ടുള്ളത്, നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നമുള്ളത് എന്നും ചോദിച്ച് പ്രിയ. അപ്പോൾ ഇതൊക്കെ പറയുന്നത് കേട്ടുകൊണ്ട് നമ്മുടെ ഗീതു അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അപ്പോൾ ഗീതു ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ സൗന്ദര്യ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ, അതൊക്കെ ഊതി വീർപ്പിച്ച് ഇങ്ങനെയൊക്കെ ആക്കണോ എന്നൊക്കെ ചോദിച്ച് വിനോദും സംസാരിക്കുന്നുണ്ട്. ഞങ്ങളോട് പറയാൻ പറ്റാത്തതായി എന്ത് പ്രശ്നമാണ് നിങ്ങളുടെ ഇടയിലുള്ളത്, എൻ്റെ ചേച്ചിക്ക് എന്തെങ്കിലും സ്വഭാവ ദൂഷ്യം ഉണ്ടോ എന്ന് ആങ്ങളെ ചോദിക്കുന്നു അളിയനോട്. അപ്പോൾ പ്രശ്നം ഗീതുവിനുണ്ടെന്നല്ല എനിക്കുണ്ടെന്നാണ് ഞാൻ പറഞ്ഞതെന്ന് ഗോവിന്ദൻ അന്നേരം പറയുന്നു. ഇതൊക്കെ ഗീതു പുറകിൽ നിന്ന് കേൾക്കുക. അപ്പോൾ സ്വഭാവദൂഷ്യം എന്താ ഏട്ടനാണോ എന്ന് പ്രിയ ചോദിച്ചു. സ്വഭാവദൂഷ്യം മാത്രമാണോ ഒരു ഡിവോഴ്സിന് കാരണമെന്ന് ഗോവിന്ദൻ പ്രിയയോട് ചോദിക്കാം. ഇത് കേട്ട് എന്നും പറഞ്ഞ് നമ്മുടെ ഗീതു അവിടെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. പൊരുത്തപ്പെടാൻ പറ്റാത്ത സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ പിരിയാൻ തീരുമാനിച്ചതെന്ന് പറഞ്ഞപ്പോൾ ആ സാഹചര്യം എന്താണെന്ന് എനിക്ക് അറിയണമെന്ന് പ്രിയ പറയുന്നു. ഇത് കേട്ട് ആകെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് നിൽക്കുവാണ് നമ്മുടെ ഗോവിന്ദൻ. അപ്പോൾ ഇവരുടെ വിവാഹം നടക്കാനുള്ള വെറും കോൺട്രാക്റ്റ് മാത്രമായിരുന്നു ഞങ്ങളുടെ വിവാഹമെന്ന് ഗോവിന്ദ് സാറിന് ഒരിക്കലും പ്രിയയോട് പറയാൻ പറ്റില്ല. അത് പറഞ്ഞാൽ ഉറപ്പായും പ്രിയ വയലൻ്റ് ആകുമെന്ന് സാറിന് അറിയാം. പ്രിയ ഈ വീടെടുത്ത് തല തിരിച്ച് വെക്കുമെന്നുള്ള കാര്യവും ഗോവിന്ദ് സാറിന് അറിയാവുന്നുള്ള കാര്യങ്ങളും ഗീതു മനസ്സിലാക്കി സ്വയം ചിന്തിച്ചുകൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുന്നു. എന്തായാലും ആ ഒരു സംഭവം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗീതു അങ്ങോട്ടേക്ക് ചെല്ലുക. ഒരു ഭാര്യ ചെയ്യേണ്ട എല്ലാ കടമകളും ഞാൻ ചെയ്യുന്നില്ലേ, എന്നിട്ടും എന്നോട് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ഗോവിന്ദൻ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഈ കാണിക്കുന്നതൊക്കെ ഇവൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി കാണിക്കുന്നതാ, ഇത് വെറും അഭിനയമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അഭിനയിക്കുന്നോ, അതെൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാ ഗോവിന്ദേട്ടാ എന്നൊക്കെ പറയുമ്പോൾ അതെ എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്, എൻ്റെ ഏട്ടനോടുള്ള സ്നേഹം എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണെന്നൊക്കെ പറഞ്ഞു പ്രിയ ഇങ്ങനെ പറഞ്ഞപ്പം അത് പിന്നെ എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന സ്നേഹം യഥാർത്ഥ സ്നേഹം തന്നെയാണ്. അപ്പോൾ പ്രിയയുടെ സ്നേഹം പോലെയല്ല നിൻ്റെ സ്നേഹമെന്ന് ഗോവിന്ദൻ പറഞ്ഞപ്പോൾ അത് പിന്നെ ഭാര്യയുടെയും പെങ്ങളുടെയും സ്നേഹം എന്താ ഒരുപോലെ ഇരിക്കുമോ എന്ന് ചോദിച്ചു. അതിന് വ്യത്യാസങ്ങളില്ലേന്ന്. എനിക്ക് ഗോവിന്ദനെ ഉപേക്ഷിച്ചാൽ എനിക്ക് ജീവിക്കാൻ പോലും കഴിയില്ല, എനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല, എൻ്റെ കണ്ണേട്ടനെ എനിക്ക് തന്നെ വേണമെന്നൊക്കെ പറഞ്ഞ് ഗീതു അങ്ങ് തകർത്ത് അഭിനയിക്കുമ്പോൾ ഗോവിന്ദൻ ഇങ്ങനെ കയ്യൊക്കെ ഇങ്ങനെ ചുരുട്ടിപ്പിടിച്ച് ദേഷ്യം അടിച്ച് പിടിച്ചങ്ങ് നിൽക്കുക. ആ സമയം വിട്ടു കൊടുക്കരുത് ചേച്ചി, ചേച്ചിയുടെ കണ്ണേട്ടനെ ഡിവോഴ്സിന് വിട്ടു കൊടുക്കരുതെന്ന് പ്രിയ. അപ്പോൾ ഇല്ല പ്രിയ, ഒരിക്കലും ഇല്ല പ്രിയ, എന്നും കണ്ണേട്ടൻ എൻ്റേതാണെന്നൊക്കെ ഗീതു. ഇവളീ കാണിക്കുന്നതൊക്കെ മുഴുവൻ ഡ്രാമയാണെന്ന് ഗോവിന്ദനും. നിങ്ങൾ കാണിക്കുന്നത് പോലെ ഞങ്ങൾ തമ്മിൽ ഒരു കാലത്തും സ്നേഹിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞേ, നമ്മൾ സ്നേഹിച്ചില്ല എന്നോ, എന്താ കണ്ണേട്ടൻ പറഞ്ഞേ എന്നൊക്കെ ഗീതു. നമ്മുടെ സ്നേഹം റിയാലിറ്റി ഷോയിലൂടെ നാട്ടുകാർ മുഴുവൻ കണ്ടതല്ലേ എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് എങ്ങനെയാ, കഷ്ടം എന്നും പറഞ്ഞുകൊണ്ട് ഗീതു കരയുമ്പോൾ ഇവളുടെ കള്ളക്കണ്ണീര് കണ്ടോ, ഇവള് കള്ളക്കണ്ണീര് ഇറക്കുന്നതാ, ഇവള് ലോക കള്ളിയാണെന്നൊക്കെ പറയുമ്പോൾ എന്നോട് ഇങ്ങനെയൊന്നും പറയല്ലേ കണ്ണേട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ ആ ഒരു ഇതിൽ ഇങ്ങനെ പോകുമ്പോഴേക്കും ഏട്ടൻ റിയാലിറ്റി ഷോയിൽ അഭിനയിച്ചതാണെങ്കിൽ അതിനുണ്ടായ സാഹചര്യം എന്താണെന്ന് എനിക്ക് അറിയണമെന്ന് പ്രിയ. അത് കേട്ടപ്പോൾ ഗോവിന്ദൻ പെട്ടു, പറയാൻ പറ്റത്തില്ലല്ലോ. എന്നെ ഇങ്ങനെ വെറുക്കാനും മാത്രം ഒരു സാഹചര്യവും ഇവിടെ ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞ് ഗീതു തകർത്ത് അഭിനയിക്കുന്നു. എന്തായാലും ഈ ഒരു കാര്യം ഞാൻ ഇവിടെ നടത്താൻ സമ്മതിക്കില്ല. ഈ ഡിവോഴ്സിൽ നിന്ന് ഏട്ടൻ പിന്മാറുന്നത് വരെ ജലപാനം ഞാൻ കഴിക്കില്ല, ഒരു തുള്ളി വെള്ളം പോലും ഞാൻ കഴിക്കില്ല, അതിന് യാതൊരു സംശയമില്ല, അതിനൊരു മാറ്റമില്ല, ഷുവർ എന്നും പറഞ്ഞ് പ്രിയ ഇങ്ങനെ ഒറ്റക്കാലിൽ നിൽക്കുന്നു. അപ്പോൾ മോളെ നീ അവിവേകം കാണിക്കരുതെന്ന് ഏട്ടൻ പറയുമ്പോൾ അവിവേകം കാണിക്കുന്നത് ഏട്ടനാ ഗീതു ചേച്ചിയോടെന്ന് പറഞ്ഞു പ്രിയ. ഈ കാര്യത്തിൽ ഞാനും പ്രിയയ്ക്കൊപ്പമാണ്. ഇവളോട് സ്നേഹമുണ്ടെങ്കിൽ ഗോവിന്ദേട്ടൻ ഈ തീരുമാനം പിൻവലിക്കണമെന്ന് വിനോദും പറഞ്ഞു. എടാ ഞാനൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞപ്പോൾ വാ പ്രിയേ നമുക്ക് പോകാമെന്നും പറഞ്ഞ് പോവാം, മോളെ നീ പോവരുതെന്നും പറഞ്ഞ് പിടിച്ചു നിർത്താൻ ശ്രമിച്ചു ചേട്ടൻ. പക്ഷെ അനിയത്തി അങ്ങ് പോയി. അപ്പോൾ പ്രിയ വിനോദേ മക്കളെ എടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിച്ചു. ആര് കേൾക്കാൻ, അവരവരുടെ പാട്ടിനങ്ങ് പോയി. അത് കഴിഞ്ഞപ്പം ഗീതുവിൻ്റെ നേരെ ചെന്നു.
വേഷം മാറി വന്നിട്ടെ ഞാൻ ഭാര്യധർമ്മം തുടർന്നോളം കണ്ണേട്ടാ എന്ന് പറഞ്ഞ് നമ്മുടെ ഗീതു അങ്ങ് പോണു. അപ്പോഴേക്കും ഗോവിന്ദനെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുകയാണ്. പാവം ഗോവിന്ദൻ അനങ്ങാൻ പോലെയുള്ള സാഹചര്യമില്ല. ഈ സമയത്ത് ഗീതു മുറിയിൽ ചെന്ന് സാരി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഗീതു എന്ന് പറഞ്ഞുകൊണ്ട് ഓടി മുറിയിലേക്ക് കയറി ചെന്നു നമ്മുടെ ഗോവിന്ദൻ. അപ്പോൾ എന്താ കണ്ണേട്ടാ, ഞാൻ പറഞ്ഞതല്ലേ ഡ്രസ്സ് മാറാൻ വരികയാണെന്നുള്ള കാര്യം. അപ്പോൾ നിന്റെ നമ്പർ നീ അവളുടെ മുന്നിൽ നടത്തിയല്ലേന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ വിവാഹമോചനം തടയാൻ ഞാൻ എന്നെക്കൊണ്ടാകുന്നതൊക്കെ ചെയ്യുമെന്ന് ഗീതു പറഞ്ഞപ്പോൾ നീ എന്തിനാ നമ്മുടെ ഡിവോഴ്സിനെ എതിർക്കുന്നത്? ദേ അമ്മ ധരിച്ചിരിക്കുന്ന മുഖം മൂടി എന്താ നിനക്ക് മാറ്റിക്കളയണോ? ഇല്ലാത്ത മുഖം മൂടി നീ എങ്ങനെ മാറ്റിക്കളയുമെന്നൊക്കെ ചോദിച്ചപ്പം അതേ അതൊക്കെ ഉണ്ട്. അപ്പോൾ ഐ ലവ് യു കണ്ണേട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ തട്ടിക്കയറി അങ്ങ് പോണു. അപ്പോൾ ദേ പ്രിയ പട്ടിണി കിടന്ന് എന്തെങ്കിലും പ്രയാസം ഉണ്ടായി കഴിഞ്ഞിട്ട് ആര് സമാധാനം പറയുമെന്ന് ചോദിച്ചു. അന്നേരം പ്രിയയെക്കുറിച്ച് ഗോവിന്ദൻ ഗീതുവിനോട് എൻ്റെ കണ്ണേട്ടന് വേണ്ടി ആ ഉപവാസം ഞാൻ തടഞ്ഞോളാം കണ്ണേട്ടാ എന്നൊക്കെ പറഞ്ഞു ഗീതു. അത് കേട്ടപ്പോൾ പക്ഷേ അവളുടെ കല്യാണം നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോൺട്രാക്ട് മാരേജ് ആയിരുന്നു നമ്മളുടേതെന്ന് കണ്ണേട്ടന് പ്രിയയോട് പറയാനായിട്ട് പറ്റുമോ എന്ന് ചോദിച്ചു. ഇല്ലല്ലോ, ആ അനിയത്തിപ്രാവിന് അത് വേദനിക്കില്ല എന്നൊക്കെ ചോദിച്ചപ്പോൾ എടീ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞോളാൻ പറഞ്ഞു. ഈ കെട്ടുതാലി സംരക്ഷിക്കാൻ ഏതറ്റം വരെയും ഞാൻ പോകും. കാരണം ഈ താലി എനിക്കെല്ലാമാണെന്ന് പറഞ്ഞപ്പോൾ താലിയുടെ മഹാത്മ്യത കൂടുതൽ പണയാൻ നിൽക്കണ്ട. ഞാനേ വേറെ പെണ്ണിനെ കണ്ടുവച്ചെന്ന് നീ അവിടെ വെച്ച് പറഞ്ഞല്ലോ. ആ നിമിഷം വേറൊരു പുരുഷനോടൊപ്പം ദേ അവിടെ വെച്ച് എനിക്ക് പറയാമായിരുന്നു. ഞാൻ പറഞ്ഞില്ലല്ലോ, പറഞ്ഞോന്ന് ചോദിച്ചു. ദേ അത് ചെയ്യാത്തതേ എൻ്റെ മാന്യതയും സംസ്കാരവും കൊണ്ടാ. അതെൻ്റെ ബലഹീനതയായി നീ കാണരുതെന്ന് ഗോവിന്ദൻ ഗീതുവിനോട്. അത് കേട്ടപ്പോൾ ഗീതു ഒന്ന് പതറി. ഞാനങ്ങനെ പറഞ്ഞത് മോശമായി പോയെന്ന് പിന്നീട് എനിക്ക് തോന്നിയെന്ന് ഗീതു അന്നേരം ഉള്ള കാര്യം പറഞ്ഞു. എന്നിട്ട് സോറിയും പറഞ്ഞു. അത് കേട്ടപ്പോൾ ഗോവിന്ദൻ്റെ ഭാവമൊക്കെ ഒന്ന് മാറി കേട്ടോ. ഞാൻ നിൽക്കുക പറഞ്ഞുകൊണ്ടിരുന്നൊരു ഫ്ലോയിൽ ആ ഒരു ഡയലോഗ് കയറി വന്നതാ. ഇനി മുതൽ ഞാനത് ഡിലീറ്റ് ചെയ്തോളാം. കൂടുതൽ ഡയലോഗായിട്ട് നീ എൻ്റെ അരികിലേക്കൊന്ന് വരാതിരിക്കാവോ? അത്ര ഉപകാരം ഒന്ന് ചെയ്ത് തരാവോ എന്ന് ചോദിച്ചപ്പം കണ്ണേട്ടാ അതെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അതെ മാരുതി സംസ്കാരം കൊണ്ട് കണ്ണേട്ടൻ എന്നെ കിഷോറിനെ ഓർമ്മിപ്പിക്കുന്നില്ല. പക്ഷേ നമ്മുടെ രണ്ടാനമ്മ അത് നാഴികയ്ക്ക് 40 വട്ടവും എന്നോട് പറയുന്നുണ്ട് എന്നുള്ള കാര്യം ഗീതു പറഞ്ഞു. അല്ല അതിന് അവരെൻ്റെ നാവിൽ നിന്ന് നല്ല മറുപടി കേൾക്കുന്നുണ്ട് കേട്ടോ. കോടതിയിൽ ചോദിക്കുമ്പോഴും നീ ആ നല്ല മറുപടി തന്നെ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. എൻ്റെ കണ്ണേട്ടന് വേണ്ടി ഞാൻ അങ്ങനെ തന്നെ കോടതിയിൽ പറഞ്ഞോളാം കണ്ണേട്ടാ എന്ന് ഗീതു ഗോവിന്ദനെ തോപ്പിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അങ്ങനെ കണ്ണേട്ടാ 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 എന്ന് പറഞ്ഞു ഓരോന്ന് പറഞ്ഞു ഗോവിന്ദൻ്റെ നാവ് അടപ്പിച്ച് അങ്ങോട്ടൊന്ന് പറഞ്ഞു വിട്ടു നമ്മുടെ ഗീതു. അങ്ങനെ ആ ഒരു സംഭവവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് ഭദ്രനെയും ഭാര്യയുമാണ്. വിശേഷങ്ങളൊക്കെ അറിഞ്ഞ് ഇതിൻ്റെയൊക്കെ പരിഹാരങ്ങൾ കാണാനും അവിടെ കുറച്ച് നേരം കിടന്ന് വിരകാനുമായിട്ട് ഭാര്യയും ഭർത്താവും കൂടെ വന്നിരിക്കുക. അപ്പോൾ രാധികയുടെ മുന്നിൽ പഞ്ചപുച്ഛം മടക്കി നിൽക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനൊന്നും എന്നെ കിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യ ഭർത്താവിനോട് അങ്ങനെ രണ്ടുപേരും കൂടി അങ്ങനെ വലിയ സർവാധികാരിയായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും ദേ ഈ കാഞ്ചന പതുക്കെ ചെന്ന് എന്തോ പ്രശ്നം ഉണ്ടാക്കാനുള്ള വരവാണെന്ന് ഇവരെക്കുറിച്ച് രാധികയോട് പറയണം. അവരെ നേരത്തേക്കും അകത്തേക്ക് കയറി ചെന്നു. ഇവിടെ എന്താ രാധികാമ്മ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെന്ന് ഞങ്ങൾ അറിഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവർ കയറി ചെല്ലുന്നു. അപ്പോൾ ഡിവോഴ്സിന് വേണ്ടി അവൾ സമ്മതിക്കണം, സമ്മതിച്ചേ പറ്റൂ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് അപ്പോഴേക്ക് രാധിക ഇവരോട് വലിയ ആജ്ഞാപനങ്ങളൊക്കെ നടത്തി. അപ്പോൾ പ്രിയ അങ്ങോട്ടേക്ക് വന്നിട്ട് ഇതെല്ലാം എതിർത്ത് സംസാരിച്ചു. അപ്പോഴേക്കും വരുൺ വന്നിട്ട് പറഞ്ഞു, പ്രിയെ അമ്മ എന്താണോ തീരുമാനിച്ചിരിക്കുന്നത് അതേ നടക്കൂ, അതേ നടത്താൻ പാടുള്ളൂ എന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് രേഖ അങ്ങനെ പേടിച്ച് നിൽക്കാം. അപ്പോൾ നീ ഇടയ്ക്ക് ഒരു അഭിപ്രായം പറയണ്ടെന്നും പറഞ്ഞു. ഗീതു ചേച്ചി ഏട്ടൻ എന്തുകൊണ്ട് ഡിവോഴ്സ് ചെയ്യുന്നു എന്നതിനുള്ള ഉത്തരം എനിക്കിപ്പോൾ വേണം എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ അങ്ങനെ ചോദിക്കുമോളെ എന്ന് ഭദ്രൻ പറയണു പ്രിയയോട്. അപ്പോഴേക്കും ഗോവിന്ദും ഗീതുവും കൂടി ഇറങ്ങി വരിക. അപ്പോൾ പ്രിയമോള് ചോദിച്ചത് കറക്റ്റ് അല്ലേ പറയുന്നേ എന്നും പറഞ്ഞു ഭദ്രൻ. അപ്പോൾ ഏട്ടനെ കണ്ടപ്പോൾ ഏട്ടൻ വന്നല്ലോ, ഏട്ടൻ പറയട്ടെ എന്തുകൊണ്ടാണ് ഇതിനു വേണ്ടി തയ്യാറായതെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റുമെന്നും പറഞ്ഞ് തെത്താർപ്പിച്ച് പറയുന്നു. ആരുടെയെങ്കിലും നിർബന്ധം കൊണ്ടാണോ ഏട്ടൻ ഈ തീരുമാനത്തിലെത്തിയത് എന്ന് ചോദിച്ചപ്പോൾ ഇത് എൻ്റെ തീരുമാനമാണെന്ന് പ്രിയയോട് ഗോവിന്ദൻ പറഞ്ഞു. ഞങ്ങൾ ഒന്നിച്ചുള്ള ഒരു ജീവിതം ഇനി ഒരിക്കലും ഉണ്ടാകില്ലെന്നുള്ള കാര്യം ഗോവിന്ദൻ ഇങ്ങനെ പറയുമ്പോൾ രേഖയും പ്രിയയും ഞെട്ടി രാധിക ചിരിക്കുന്നു. അങ്ങനെയൊക്കെ ഇത്. അപ്പോഴേക്കും നമ്മുടെ ഗീതു അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. ഗീതു ഇതൊക്കെ കേട്ടോണ്ട് ഇറങ്ങി വരിക. അപ്പോൾ ഇതാ 4 ആൾ അറിഞ്ഞ് നടത്തിയ ആർഭാടമായി നടത്തിയ കല്യാണമാണ്, അതുകൊണ്ട് ഇത് അങ്ങനെയൊന്നും തട്ടിത്തെറിപ്പിച്ച് കളയാൻ പറ്റത്തില്ല തുടങ്ങിയ രീതിയിലൊക്കെ അവിടെ നിന്ന് അച്ഛനും അമ്മയും കൂടി മകൾക്ക് വേണ്ടി ഗോവിന്ദനോട് സംസാരിക്കുന്നു. അപ്പോഴേക്ക് രാധിക പറഞ്ഞു, അവൻ പറഞ്ഞത് നിങ്ങളെല്ലാവരും കേട്ടതാണല്ലോ, ഇനി ഗീതുവിനൊപ്പം ജീവിതമില്ലെന്ന്. അപ്പോഴേക്കും പുറകിൽ നിന്ന് ഗീതു അതേ എന്നും പറഞ്ഞൊരു വിളി. രാധിക ഇങ്ങനെ ഒരു നോട്ടം. ഞാൻ ഇവിടെ നിന്നേ ബാംഗ്ലൂർക്ക് പോകുന്ന ദിവസം ഇതേ വിഷയത്തിൽ എല്ലാവരും ഇവിടെ ഒന്നിച്ചു കൂടിയതാണെന്നും അന്ന് ഞാൻ പറഞ്ഞ ഡയലോഗാ ഇപ്പോൾ കണ്ണേട്ടൻ പറഞ്ഞത്. മനസ്സിലായോ? നമ്മൾ ഇനി ഒന്നിക്കില്ല എന്നുള്ള കാര്യം. പക്ഷേ ഞാൻ എൻ്റെ അഭിപ്രായം അതങ്ങ് മാറ്റിവെച്ചു.
എങ്ങനെയുണ്ട്? കൊള്ളാലേ? കണ്ണേട്ടനെ ഭർത്താവായി ഞാൻ എൻ്റെ ഹൃദയത്തിലെ ഉറപ്പിച്ചു. ഇനി പിരിയാനേ എനിക്ക് വയ്യ എന്ന് തറപ്പിച്ച് നമ്മുടെ ഗീതു പറയുന്നത് കേട്ട് ഗോവിന്ദൻ ഇങ്ങനെ എല്ലാവരുടെയും മുഖത്തേക്ക് മാറി മാറി ചമ്മലോട് കൂടി നോക്കി നിൽക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കൂട്ടി ഇണക്കിക്കൊണ്ട് ഇന്നത്തെ കഥ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.